ഹലോ ഫ്രണ്ട്സ്, ഇതെന്താന്ന് മനസ്സിലായോ? ഇത് ബാർലിയാണ്. ബാർലി കഞ്ഞിയാക്കിയതാണിത്. ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വിഭവമാണ് ബാർലി. ബാർലി കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഷുഗർ ലെവൽ കുറയ്ക്കുക, കൊളസ്ട്രോളിൻ്റെ BP എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ബാർലി എന്ന് പറയുന്ന സാധനം. ഇത് ഗോതമ്പിൻ്റെ അതേപോലെയാണ്, പക്ഷെ ഇത് വൈറ്റ് കളറാണെന്ന് മാത്രം. അതേപോലെയാണ് കാണാനും ഒക്കെ. അപ്പം ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ കഞ്ഞി വയ്ക്കുന്നത്. അപ്പം ഇത് ബ്രോക്കൺ ആയിട്ടുള്ള ബാർലിയാണ്. ഇത് നമ്മൾ തന്നെ പൊടിച്ചെടുത്തതാണ്, പക്ഷെ ഇത് മിക്സിയിലിട്ട് പൊടിച്ചതല്ല. കണ്ടില്ലേ, ഇങ്ങനെയാണ് ബാർലീൻ്റെ ഇതുള്ളത്. അപ്പം ഇത് ഒരു മെഷീനിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് മിക്സിയിലൊന്നും ഇട്ട് പൊടിച്ചാൽ അത് ശരിയായിട്ട് കിട്ടില്ല. നമുക്ക് ഇങ്ങനെ തന്നെ കടയിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതേപോലെ വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം. കുറച്ചെടുത്താൽ മതി, നമുക്ക് ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇത് വേവിക്കാൻ വെക്കാൻ. അപ്പോൾ നമുക്ക് ഇതിന് നല്ല വേവാണ്. അതിന് മുന്നേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു 3-4 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാനിടണം. വെള്ളത്തിലിട്ട് വെക്കണം. നമുക്ക് രാത്രിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈവനിങ് തന്നെ നമുക്കത് വെള്ളത്തിലിട്ട് വെക്കാം. വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുക്കറിൽ 5-6 വിസിലടിക്കേണ്ടി വരും. നല്ല വേവുള്ള ഇതാണ്. അപ്പോൾ വിസില് 5-6 വേണം നമുക്ക്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് വിസിലടിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. വളരെ ഹെൽത്തിയാണ്. നമുക്ക് വയറിന് എല്ലാം പ്രോപ്പറായിട്ട് ഡൈജഷൻ കിട്ടാനൊക്കെ നല്ല അടിപൊളി ഒരു സാധനമാണിത്. അപ്പോൾ ഇത് ഞാൻ കഞ്ഞിയായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഞാൻ കുക്കറിൽ വിസിലടിച്ചു. ഞാൻ 5-6 വിസിലടിച്ചു. അപ്പോൾ ഇത് വെന്തു, കുക്കായി. അത് കണ്ടില്ലേ, ഇതിങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കഞ്ഞി ഉള്ളത്. പക്ഷെ ഇത് ഒന്നും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞങ്ങളിത് കഴിക്കുന്നത്. ഒരു പ്രത്യേകിച്ച് അങ്ങനെ കയ്പോ അങ്ങനത്തെ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. സാധാ ചോറിൻ്റെ അതേപോലെ തന്നെയാണ്. ചോറിനും നമ്മൾ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ, നമ്മളതിൽ കറി ഒഴിക്കുമ്പോഴും അതിൻ്റെ സൈഡായിട്ട് കഴിക്കുമ്പോഴല്ലേ ചോറിന് നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇങ്ങനെ ഞാൻ കഞ്ഞി പാത്രത്തിലേക്ക് ആക്കിയത് ഇങ്ങനെയാണുള്ളത്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കഞ്ഞിയായിട്ട് ഇതിന് സൈഡായിട്ട് നമ്മൾ ചോറിൻ്റെ സൈഡായിട്ട് അല്ലെങ്കിൽ കഞ്ഞീൻ്റെ സൈഡായിട്ട് കഴിക്കുന്ന പോലെ നമുക്ക് തോരനോ കറികളോ പപ്പടമോ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. പക്ഷെ പപ്പടം ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളിത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ പപ്പടം അത്ര ഹെൽത്തി അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് വെജിറ്റബിൾ തോരൻ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ കൂൾ ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മൾ ബാർലി വെള്ളം കുടിക്കാറുണ്ട്. ഈ വയറിന് പ്രശ്നമുള്ള സമയത്തൊക്കെ നമ്മൾ ബാർലിയുടെ വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കാറുണ്ട്. ഒക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇതാണ് ബാർലി. അപ്പം ഇതിങ്ങനെയും കഞ്ഞിയായിട്ടും കുടിക്കാം. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയൂ, കഴിച്ചു നോക്കൂ. അപ്പോൾ ഇതാണ് എൻ്റെ ബാർലി കഞ്ഞി.